എല്ലാവർക്കും ഒരു ഹായ് പോയിരുന്നാണ് പോകുന്നത്. സോർലാൻഡ് 2 എന്താണ് ഇവിടെ എപ്പിസോഡ് 49 ഓക്കെ. പോയി എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഹോത്തിയൻ സെറ്റ് അവിടെ തകരാൻ പോകുന്ന സിറ്റുവേഷൻ. യുഹാവോനെ കാണാതെ വാങ്ങോങ്ങ അവരോട് സേഫ് ആയിട്ട് പോകാനൊക്കെ പറയുന്നുണ്ട്. ഉള്ളിലാകട്ടെ ആകെ മൊത്തം ടെറിഫിക്കായ സിറ്റുവേഷൻ ആണ്. അവളുടെ സോൾ പവർ സോഴ്സ് ഓഫ് പവർ അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്ന് അറിയില്ല. അവൻ നെക്രോമൻസർ വന്നിട്ട് എല്ലാം തിരിച്ചടിച്ച് യുഹാവോന്റെ പെട്ടെന്ന് റൈസായിട്ട് കയറിയ സോൾ പവറും കോൾഡ് റൈസ് അതിലൂടെ സോൾ പവർ വളരെ വേഗത്തിൽ കയറിയ അതിന്റെ കൂടെ ടൈമിങ്ങിന്റെ 3 ഐ ഓഫ് സീൽ ആയ മെന്റൽ പവേഴ്സ് അൺസീൽ ചെയ്തല്ലോ. അതും കൂടിയായപ്പോൾ യുഹാവന്റെ സോൾ പവർ മെന്റൽ പവർ കൂടി ഒരുമിച്ച് ഇതുപോലെയായി. സ്നോ ഗോഡസിന്റെ സോൾ പവർ വലിയ തോതിൽ ഇൻക്രീസ് ആയി. ഞാൻ ഉപയോഗിച്ച സീൽ അത് ബ്രേക്ക് ആക്കാൻ പോകുന്നു. സ്നോ ഗോഡസ് പറയുന്നുണ്ട് എന്റെ സോൾ പവർ അത് എക്സ്പ്ലോഷനായി ഇല്ലാതാക്കാൻ പോവുകയാണ്. സോൾ പവർ അല്ല സോഴ്സ് ഓഫ് പവർ. അങ്ങനെയെങ്കിൽ നിങ്ങൾ എല്ലാവരും മരിക്കും. അതുപോലെ ഏൻഷ്യന്റ് ഹോത്തിയൻ സെറ്റും ഇല്ലാതാകും. ഈ സമയത്ത് ഇല്ലാതാകുന്നതും കാണിക്കുന്നുണ്ട്. യുഹാവ ഉള്ളിലാണ്. അവനെ രക്ഷിക്കാനായിട്ട് പോകാൻ നിൽക്കുമ്പോൾ ടായ് തടഞ്ഞു. പെട്ടെന്നാണ് ഒരു വലിയ പാറ അത് ഒരു കയ്യിൽ മാത്രം പിടിച്ചു. ടൈനെ തട്ടിവിട്ട് പോകുന്ന എന്നാ ടിയാനൂൺ വാങ്നോങ്ങിന്റെ പിറകെ നിന്നിട്ട് ഒറ്റയാടി അവളെ ബോധം കെടുത്തി. അവളെ സേഫായിട്ട് കൊണ്ടുപോകാനായിട്ട് വന്നിട്ട് ഹോത്തിയൻ സെറ്റിലുള്ള എല്ലാവരും ഇവിടുന്ന് മാറിപ്പോകാനും പറഞ്ഞു. യുഹാവോ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ പോകണം, ഇല്ലെങ്കിൽ അവൻ കാരണം ഈ ഹോത്തിയൻ സെറ്റ് ഇല്ലാതാകും. വാങ്ടോ ഉൾപ്പെടെ ഒരുപാട് പേര് മരിക്കും. നെക്രോമൻസറിനോട് ഒരു സൊല്യൂഷൻ ഇല്ല എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ലിമിറ്റിനേക്കാൾ കൂടുതലാണ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ, എനിക്ക് കഴിയില്ല. അപ്പം അങ്ങോട്ട് ടായും ടിയഞ്ഞോ വന്നിട്ട് നമുക്കറിയാം ഇവൻ്റെ ഉള്ളിൽ സ്ട്രോങ് ആയ ഒരാളുണ്ടെന്ന്. നമുക്ക് ആളിനോടെയാണ് സംസാരിക്കേണ്ടത്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് സോൾവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഉറപ്പിക്കാം അവർ ഡാമിങ്ങും ഹെർമിങ്ങും തന്നെയായിരുന്നത്. അവരുടെ ഹ്യൂമൻ ഫോം അതെങ്ങനെയെന്നാ ടാങ്ക്സിന് അവരുടെ സോളിനെ അന്ന് എടുത്തിരുന്നല്ലോ. അത് ഞാൻ പറഞ്ഞു. പിന്നെ എപ്പോഴെങ്കിലും വേണമെങ്കിൽ റിക്കവർ ചെയ്യാമെന്ന്, റിവൈവ് ചെയ്യാമെന്ന്. അവർ രണ്ടുപേർക്കും ഡിവൈൻ അൺകോൺഷ്യസ് ഉണ്ട്. അതിന്റെ പവേഴ്സ് കൂടി കമ്പൈൻ ചെയ്താൽ ഇത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞാൽ. അതുപോലെ ടൈമിങ്ങിന്റെ മെന്റൽ പവറും വിങ്ങിന്റെ സോൾ പവർ കൂടി ചേർക്കാം എന്ന് പറയുകയാണ്. യുഹാവോ നമുക്ക് ട്രൈ ചെയ്യാം. അവൻ നെക്രോമൻസറും ശരി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പോരാടാം. അങ്ങനെ ആ സീൽ അത് പൊട്ടി. അതിന്റെ എഫക്റ്റ് അത്രയും തീവ്രമായ ഒന്നായിരുന്നു. അവരെല്ലാവരും ചേർന്ന പവേഴ്സ് ഒരു ഫോർമേഷൻ ഉണ്ടാക്കി. സ്നോ ഗോഡസ് അപ്പോൾ പറയുന്നുണ്ട് ഇതിന് കാരണം ഞാനാണ്. എൻ്റെ പവേഴ്സ് യുഹാവന്റെ ബോഡിയിലേക്ക് ആവശ്യാനുസരണം കൊടുക്കുക. അങ്ങനെയെങ്കിൽ ഇവിടെ ആര് ജീവിക്കാതെ മരിക്കുകയില്ല. ജീവിക്കുകയുള്ളൂ, മരിക്കുകയില്ലെന്ന്. എന്നാൽ അതൊന്നും നെക്രോമൻസർ കേൾക്കുന്നില്ല. എന്ന് മാത്രമല്ല ആ സ്പെല്ല് അത് യൂസ് ചെയ്യുകയാണ്. അത് കംപ്ലീറ്റ് ആകാൻ പോകുന്നത് പോലെ ഫൈനൽ ടച്ച് എല്ലാവരും അവരുടെ മുഴുവൻ പവേഴ്സും കൊടുക്കാനായിട്ട് തുടങ്ങി. സ്നോ ഇരച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുക? ഇരച്ചു വരുന്നുണ്ട്, തകർത്തു വരുന്നുണ്ട്. എന്തോ പറയും. അങ്ങനെ അവസാനം ഒരു വലിയ ഫോർമേഷൻ തന്നെ ഉണ്ടാക്കി. അവിടെ ഷീൽഡ് വെച്ച് തടഞ്ഞ് അങ്ങനെ ഇരുന്ന ഹോത്തിയൻ സെറ്റിലെ ആൾക്കാർക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. അങ്ങനെ അവസാനം ഒരു വലിയ ഫോർമേഷൻ തന്നെ ഉണ്ടാക്കി. അവിടെ ഷീൽഡ് വെച്ച് തടഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. അങ്ങനെ എല്ലാം നോർമലായി. ഷൂനു എന്ന സ്നോ ബോർഡസ് സേഫായി എന്ന് കരുതുകയാണ്. എന്നാൽ നെക്രോമൻസറിന് അത്ര സമാധാനമായില്ലായിരുന്നു. പെട്ടെന്നാണ് ആ ഫോർമേഷൻ പോലും ബ്രേക്ക് ആകാൻ തുടങ്ങി. ആൾറെഡി ഒരുപാട് പവേഴ്സ് കൊടുത്തു കഴിഞ്ഞ് പിന്നെ മുൻപത്തേക്കാൾ അധികം സ്ട്രോങ്ങരോ ഫോഴ്സിലോ ആകാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരും സ്നോ ബോർഡസ് പവേഴ്സ് അത്ര ടെറിഫിക്കായിരുന്നു. അവിടെ സ്നോ കൊണ്ട് മൂടി. എന്തോന്ന് തീരുമാനിച്ച പോലെ നെക്രോമൻസർ ഒന്ന് ചെയ്യാനായിട്ട് തുടങ്ങി. ആരുടെ ഹെൽപ്പ് ഇല്ലാതെ സ്വയം പവേഴ്സ് എടുക്കുന്നു. അതിനോടൊപ്പം യുഹാവനോട് ബ്ലഡ് ചോദിക്കുന്നുണ്ട്. അവനും വേറെ ഒന്നും നോക്കിയില്ല, ബ്ലഡ് അങ്ങ് കൊടുത്തു. എല്ലാവരും നോക്കി നിലവിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് അങ്ങനെ വന്ന് അടിച്ചുകൊണ്ട് നെക്രോമൻസറിനോട് സ്നോ ബോർഡസ് വന്ന് നന്ദി പറയുന്നു, രക്ഷിച്ചതിന്. അങ്ങനെ പിന്നെ നോർമലായി ആൾക്കാരും ബീസ്റ്റുകളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നു. നോക്കുമ്പോൾ നെക്രോമൻസറിന്റെ ബോഡിയിൽ നിന്ന് പാർട്ടിക്കിൾസ് പോകാനായിട്ട് തുടങ്ങിയെന്ന് കാണാം. അവൻ പറയുകയാണ് ഷൂനുവിന്റെ സോള് അത് പിന്നും ആക്കിയിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയ എക്സിസ്റ്റൻസ് ഉപയോഗിച്ച് ഔട്ട് ഓഫ് കൺട്രോൾ ആയ സോഴ്സ് ഓഫ് പവർ അതുമായിട്ട് ചേർത്തു. അങ്ങനെ പുതിയൊരു സ്കില്ലുണ്ടാക്കി. അതിൻ്റെ പേരാണ് സോൾ സ്പിരിറ്റ്. അതിന് ഞാൻ കൊടുത്തത് എൻ്റെ ഉണ്ടായിരുന്ന ലാസ്റ്റ് ബിറ്റ് ഓഫ് ഡിവൈൻ കോൺഷ്യസ്നെസ് ആയിരുന്നു. അത് കേട്ട് ഷോക്കായി പോയി. എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം അതിന് കൊടുത്തത് നെക്രോമൻസറിന്റെ ജീവൻ തന്നെയായിരുന്നു. അതായത് ഈ സീരീസിൽ ആദ്യമായിട്ട് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ സാക്രിഫൈസ് ചെയ്യുന്നു. ഇത്ര നാളെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് ഈ സീരീസ് തന്നെ തുടച്ചു കളഞ്ഞ് എൻഡ്ലെസ് ടൈമായ റിവറിനെ ക്രോസ് ചെയ്തു. എൻ്റെ ലൈഫ് കൊടുത്ത് ഒരാളെ രക്ഷിച്ചതാണ്. ഞാൻ മരിക്കാൻ പോകുന്നു. ഇതൊരു വ്യർത്ഥായ ഒന്ന് തന്നെയാണ്. യുഹാവനോട് നീ ഒരു നല്ല കുട്ടിയാണ്, ഞാൻ നിന്നെ പഠിപ്പിച്ചത് നിനക്ക് ഹാപ്പി ആയിരുന്നു, അവന് ഉറപ്പായി എന്ന് പറഞ്ഞ് കരയുകയാണ്. കഴിഞ്ഞ ലൈഫിൽ ഒരുപാട് ഹേറ്റേഴ്സിനെ എനിക്ക് കിട്ടി. എന്നാൽ ഈ ഒരു ലൈഫ് ഇവിടെ എനിക്ക് നല്ലൊരാൾക്കാരെ തന്നെയാണ് കിട്ടിയത്. ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ എൻ്റെ ഡിസിപ്ലിൻ ആയിരുന്നിട്ടുണ്ടോ? എൻ്റെ നെക്രോമൻസർ ഇൻഹെറിറ്റാ നീ ഏറ്റെടുക്കുക. അവന് ഉറപ്പായും ചെയ്യാനെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തു, റെസ്പെക്റ്റും കൊടുത്തു. എൻ്റെ ആഗ്രഹം സഫലമായി. ഈ ലൈഫ് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. അതോടെ നെക്രോമൻസർ അവിടെ നിന്ന് ഇല്ലാതാകുകയാണ്. യുഹാവയ്ക്ക്
ഗ്രേ കളറിലുള്ള ഒരു സോൾഡറിങ് അത് കിട്ടിയാണ് എല്ലാവർക്കും സങ്കടമുണ്ട്. അങ്ങനെ ശാന്തമായി വെളിച്ചം വന്നു. വാങ്ടോങ് കണ്ണൂർന്ന് യുഹാവനെ തേടി പോയി. അതിനുശേഷം യുഹാവനെ ഹീൽ ചെയ്യുന്നു. അവന്റെ അവസ്ഥയിൽ വാങ്ടോങ്ങിന് സങ്കടമുണ്ട്. ഈ സമയത്ത് സീ വേൾഡിലെ യുഹാവോ ടൈം എന്ന് പെൻഗ്വിന് നെക്രോമൻസറിനെ വിളിച്ച് നടക്കുകയാണ്. അവരെവിടെ പോയി എന്ന് പറഞ്ഞു വരുമ്പോഴാണ് അടിയിൽ നിന്ന് പവേഴ്സ് വന്നത്. യുഹാവോ, നീ ഇപ്പോൾ ഈ മെസ്സേജ് കാണുന്നെങ്കിൽ ഞാൻ സ്പെഷ്യൽ ഫോം ഉണ്ടാക്കി കഴിഞ്ഞു. ഷൂനു ഇപ്പോൾ ഒരു സ്പിരിറ്റ് സോളാണ്. ടൈമിങ്ങും പെൻഗ്വിങ്ങിനെ പോലല്ല, അവൾക്ക് നിന്റെ സോൾഡറിനായിട്ട് മാറാൻ കഴിയും. എന്നാൽ അത് സീ വേൾഡിൽ ചെയ്യാൻ നിന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നീയോ അവളായിട്ട് മാസ്റ്റർ സെർവന്റ് കോൺട്രാക്റ്റാണ് ചെയ്തത്. നിന്നെ എപ്പോഴും ഒബേ ചെയ്യും. ഇനി നിന്റെ ജീവിതം നീ തന്നെ എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നീ ഒരിക്കലും എന്നെ കുറിച്ച് സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞ മെസ്സേജ്. യുഹാവയ്ക്ക് സങ്കടം ഉണ്ടെങ്കിലും അവനത് മറികടക്കും. അവളാണ് പിറകിൽ നിന്നൊരു വിളി. അവിടെ ടൈമിങ്ങും പെൻഗ്വിനും ഉണ്ടായിരുന്നു. അവരുടെ ഒരുപാട് സ്പിരിറ്റും സോൾ പവറൊക്കെ കൊടുത്തല്ലോ. അതുകൊണ്ട് തന്നെ അവർ സ്ലീപ്പിലേക്ക് പോയാണ്. അവന് ലെവൽ 50 ഇനി അവന്റെ അടുത്ത മൂവ് അത് അവൻ തന്നെ നോക്കേണ്ടി വരും. അവനോട് നെക്രോമൻസർ അവസാനമായിട്ട് പറയുന്നുണ്ട്, ഞാൻ പോയാലും എന്നോർത്ത് കരയരുത്. കണ്ണീര് ഒരാളെ വീക്ക്നെസ് ആകും. അവനോർത്ത് നിൽക്കുമ്പോൾ വാങ്ടോങ് ഉണർന്നത് കണ്ടുവന്നു. നീ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം. ഞാൻ അത് ചോദിക്കുന്നില്ല. ഞാൻ സോൾഡറിങ്ങിനായിട്ട് പോവുകയാണ്. അവന് വരാന്ന് പറയുമ്പോൾ ഇല്ല, അത് നമ്മുടെ സെക്ട് സീക്രട്ടാണ്. അവന് ശരിയെന്ന് പറയുന്നു. വാങ്ടോങ് ഒറ്റയ്ക്ക് പോകുമ്പോൾ യുഹാവിക്ക് പിന്നെ എന്തോ പറ്റുന്നു നോക്കിയിട്ട് ഇറമിങ്ങി എന്ന ടിയന്യു അവന്റെ കുഞ്ഞു വരാൻ പോകുന്നു. അത് കേട്ട് അവിടെ ഉള്ളവർക്ക് മനസ്സിലാകാത്ത ചിരി. അതിനുശേഷം നെക്രോമൻസർ കൂടുതലും ഞാൻ ഇങ്ങനെ ഇവിടെ വന്നു എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് ഒരു വോയിസ്, എലൈക്കിസെ അല്ലെങ്കിൽ നെക്രോമൻസർ, ഹെവനാന്റെ അടുത്ത് നിന്ന് നീ പൂർണ്ണമായിട്ട് ഇല്ലാതായി. ദൂരെ നിന്നൊരു വെളിച്ചുണ്ട്. എന്നാൽ നീ സാക്രിഫൈസ് ചെയ്ത് ഹോത്തെസക്കിനെ കൂടിയാണ് രക്ഷിച്ചത്. അതിന് റിപ്ലൈ തരാതിരിക്കും എന്ന് മുന്നേ ടാങ്സിനെ കൂടെ ഷിയാവും വരുന്നുണ്ട്. അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അപ്പോൾ ഇനി എന്താവുന്നൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.